ഹാപ്പി ന്യൂ ഇയർ. കുറച്ച് വൈകിപ്പോയി. ന്യൂ ഇയറിൻ്റെ അന്ന് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞൊരു വർഷമാകട്ടെ ഇതെന്ന് ആശംസിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ആശംസ നേരുന്നു. ഈ ലോകത്തെ എല്ലാവർക്കും നന്നായിട്ടിരിക്കട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇന്നത്തെ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു എൻ്റെ മുഖം കഴുകിയതിന് ശേഷം കാണിക്കാം. അപ്പോൾ അത് ആദ്യമേ തന്നെ കാണിക്കാം കേട്ടോ. ഞാൻ മുഖത്ത് വേറൊന്നും ചെയ്തിട്ടില്ല, മുഖം മാത്രം കഴുകിയിട്ടേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. കുറച്ച് ദിവസം അടുപ്പിച്ച് നമ്മൾ പതിവായിട്ടൊക്കെ ഉപയോഗിച്ചാൽ മാത്രമാണ് അതൊക്കെ വരുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ. പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ശബ്ദമുണ്ട്. പള്ളിയിൽ പണി നടക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം. വീഡിയോ കണ്ടു നോക്കൂ എല്ലാവരും. രണ്ട് കാര്യം കൊണ്ട് മാത്രം നമുക്ക് മുഖത്തിൻ്റെ പോയ ഭംഗി വീണ്ടെടുക്കാം എന്ന് ഞാൻ യൂട്യൂബിൽ കുറേ ആൾക്കാരുടെ വീഡിയോ ഒക്കെ കണ്ടു. അപ്പോൾ 1-2 പ്രാവശ്യം ഞാനും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് നേരത്തെ. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് ഗ്ലിസറിനാണ്. ഇത് നമുക്ക് മുഖത്തിന് വളരെയധികം തിളക്കം നൽകുന്ന, നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ മാറ്റി വൃത്തിയാക്കി മുഖം നല്ല ഭംഗിയാക്കുന്നൊരു കാര്യമാണ് ഗ്ലിസറിൻ. ഞാനിത് കുറച്ച് നാൾ മുമ്പ് വാങ്ങിച്ചതാണ്. പക്ഷേ എൻ്റെ കാലാവധി ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം, നമ്മുടെ റോസ് വാട്ടറാണ്. ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ് വാട്ടറാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ച് മാത്രം നമുക്ക് നമ്മുടെ മുഖത്തിൻ്റെ ഭംഗിയൊക്കെ വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കണ്ണടയൊക്കെ മാറ്റി മുഖം നന്നായിട്ട് വൃത്തിയായി കഴുകണം. നമ്മൾ മുഖത്ത് എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും അതിന് മുമ്പ് നമ്മൾ മുഖം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം. ക്ലെൻസിങ് ചെയ്ത് എന്തെങ്കിലും ക്ലെൻസിങ് ചെയ്യണം, അല്ലെങ്കിൽ നന്നായിട്ട് വൃത്തിയായി കഴുകണം കേട്ടോ. കടലപ്പൊടിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ നമുക്ക് നല്ല ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അത് വെച്ചൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ മാലയൊക്കെ മാറ്റുക. നമ്മൾ എന്ത് മുഖത്ത് ചെയ്യുമ്പോഴും അതും കഴുത്തിലും കൂടി ചെയ്യണം. പൊട്ട് മാറ്റണം. അപ്പം അതിനുശേഷം എൻ്റെ മുഖം ഞാൻ കല്യാണത്തിനൊക്കെ കുറേ മേക്കപ്പൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മുഖമൊക്കെ വല്ലാതെ മോശമായി. പിന്നെ എനിക്ക് തൊണ്ടവേദന ഭയങ്കര അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് മുഖം ആകെ ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ നോക്കാം. നമുക്ക് വളരെ കുറച്ച് എടുത്താൽ മതി. നമുക്ക് കുറച്ച് ഇതെടുത്തതിന് ശേഷം, കുറേ ദിവസം ആയതുകൊണ്ടാണോ പുറത്തേക്ക് വരുന്നില്ല കുട്ടി, വാടാ, ഇത് വരുന്നില്ല. ഒരു സെക്കൻഡ്, ഞാനിതിനെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇതിനെന്തോ കുറേ ദിവസമായിട്ട് എടുക്കാത്തതുകൊണ്ടാണ് തോന്നുന്നത്. ഇത് വന്നിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ഞാനത് നോക്കട്ടെ. അപ്പം ഞാനത് തുറന്നു. കാരണം അതിൻ്റെ ആ ഹോളിൽ കൂടി വരണില്ല. നമുക്ക് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും എടുക്കരുത്, വളരെ കുറച്ച്. ഇതിനുള്ള പാട് ഞാൻ രക്തചന്ദനം നേരത്തെ അരച്ച പാത്രമായതുകൊണ്ടാണ് ഈ ഒരു നിറം കാണുന്നത്. വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പം അതിലേക്ക് നമ്മൾ റോസ് വാട്ടറാണ് ചേർക്കേണ്ടത്. ഒരു 3-4 തുള്ളി റോസ് വാട്ടർ കൂടെ ചേർക്കുക. പിന്നെ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുമില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇത് തേച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും മുഖത്തേക്ക് അബ്സോർബായി പോവും. നമ്മൾ വേണമെങ്കിൽ ഒന്നുകൂടെ കഴുകി കളയാം. ഇത് തേച്ച് നമ്മൾ വെയിലൊന്നും കൊണ്ടുപോകരുത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മുഖത്തേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. ഗ്ലിസറിൻ നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയണത്. നമുക്കറിയില്ല വല്ല കെമിക്കലൊക്കെ ചേർന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാനിത് തേച്ചതിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം കേട്ടോ. ഒന്ന് ശരിക്കും കണ്ണാടി നോക്കി തേച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ തേച്ചിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഞാനത് വായിച്ചു നോക്കാൻ വേണ്ടി കണ്ണട വെച്ചതാട്ടോ. കണ്ണടമേ ഗ്ലിസറിനാവും. അപ്പോൾ ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് കാര്യം നമുക്ക് നമ്മുടെ ശരീരം നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവും, മോയ്സ്ചറൈസ് ആക്കും. അങ്ങനെയൊക്കെയുള്ള നല്ലൊരു കാര്യം. നമ്മൾ ചുണ്ടത്തൊക്കെ പുരട്ടാം കേട്ടോ. ചുണ്ടിനൊക്കെ ഇത് കണ്ടൊക്കെയാണ് സംസാരിക്കാൻ പറ്റണില്ല. കണ്ടേമായാലും കുഴപ്പമില്ല. അപ്പോൾ സ്കിന്നൊക്കെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടൊക്കെ വരും. പിന്നെ നമ്മുടെ ചുളിവുകൾ, റിങ്കിൾസൊക്കെ മാറ്റിയിട്ട് മുഖമൊക്കെ നല്ല ഭംഗിയാക്കണ കാര്യമാണ് ഗ്ലിസറിൻ. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെയാണിത്. ഇതിന് 60 രൂപയേ ഉള്ളൂ കേട്ടോ. അത്ര വലിയ വിലയൊന്നുമില്ല. ഇത് 2006 വരെ ഉപയോഗിക്കാം കേട്ടോ. 2026 വരെ ഉപയോഗിക്കാം കേട്ടോ. അത്രയും നാൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ പെട്ടെന്ന് ഇത് ചീത്തയായി ഒന്നും പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരെണ്ണം നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് മുഖമൊക്കെ ഭംഗിയാക്കാം. പിന്നെ റോസ് വാട്ടർ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല ബ്രാൻഡിൻ്റെ നോക്കി വാങ്ങിക്കുക. എല്ലാ റോസ് വാട്ടർ ആവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ 100% പ്യുവർ റോസ് വാട്ടർ എന്നാണ് പറഞ്ഞേക്കണേ.
ഇത് എന്താ പറയുക ആൽപ്സ് ഗുഡ്നസിൻ്റെയാണ്. അപ്പോൾ ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനും വലിയ വില എന്ന് പറയാനായിട്ടില്ല, എന്ന് വെച്ചാൽ വലിയ വില ഉണ്ട്, അത്ര വലിയ വില ഇതിനെ അപേക്ഷിച്ച് ഇതിന് വില കൂടുതലാണ്. ഇതിന് 199 രൂപയാണ് കേട്ടോ. പക്ഷേ ഇതൊരു ഓഫറുള്ള സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്, അപ്പോൾ അത്രയും വില കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതും 2026 വരെ ഉപയോഗിക്കാം. നന്നായി ടൈറ്റായിട്ടൊക്കെ അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അധികം ചിലവില്ലാതെ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം സംരക്ഷിക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. നല്ലതെങ്കിൽ നല്ലത്, ചീത്തയെങ്കിൽ ചീത്ത എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കഴുകിയതിന് ശേഷം കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് മുഖത്ത് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് മുഖത്ത് അബ്സോർബായി പോകും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് കഴുകാം. സോപ്പൊന്നും ഉപയോഗിച്ച് കഴുകണ്ട കേട്ടോ, വെറുതെ ഒന്ന് കഴുകിയാൽ മതി. പിന്നീട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് കുറേ നേരം കഴിയുമ്പോൾ കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല, കാരണം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ തേച്ച് കുളിക്കാതിരിക്കുകയാണ്. ഇതൊക്കെ അതിന് ശേഷം ഇതെല്ലാം ഇത് കഴിഞ്ഞിട്ട് കുളിച്ചൊക്കെ വരുമ്പോൾ ഞാൻ മുഖം കാണിച്ചു തരാം. അപ്പോൾ അതുവരെ എന്താ പറയുക, അതുവരെ നിങ്ങൾ വേറെ എന്തെങ്കിലും പണി നോക്കി പോയിക്കോളുക, അത്രേ ഉള്ളൂ. ഞാനും അതെ, എനിക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്. അപ്പോഴേക്കും അരമണിക്കൂർ ഇരിക്കണമല്ലോ അത്. അതിന് ശേഷം കുളിച്ചിട്ട് വരാം. പിന്നെ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതൊക്കെ മിക്കവരും ഉപയോഗിക്കുന്നതൊക്കെ ആയിരിക്കും, എങ്കിലും ഞാൻ 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ തിരക്കുകൾ, കല്യാണ തിരക്കിലേക്ക് അങ്ങോട്ട് പോയി. എനിക്ക് അസുഖമായിരുന്നു, എന്താ പറയുക, അത്രയും ദിവസം ഞാൻ വെച്ചുകൊണ്ടിരുന്നു. കല്യാണത്തിനിടയ്ക്ക് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും, അതുകൊണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ കാണിക്കാം. പിന്നെ എന്ത് വീഡിയോ ഇടുമ്പോഴും നമുക്ക് സങ്കടം എന്ന് വെച്ചാൽ അപ്പം കോപ്പിറൈറ്റ് കിട്ടും, അതാണ് വല്ലാത്തൊരു സങ്കടം. ആ പാട്ട് എൻ്റെ മോൻ്റെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട വീഡിയോ ആയിരുന്നു, പക്ഷെ അത് കോപ്പിറൈറ്റ് കിട്ടി പോയി. എന്തെങ്കിലും ആവട്ടെ, എന്നിട്ട് നമ്മുടെ ചാനലിന് ദോഷഭരണമൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ മുഖം കഴുകിയതിന് ശേഷം മുഖം കാണിക്കാം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. എല്ലാവർക്കും ടാറ്റാ.